ഏവർക്കും നൈസ് തോങ്കസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 7ാം ക്ലാസ് കൂട്ടുകാരുടെ സെക്കൻഡ് ടേം എക്സാമിലെ ഹിന്ദി പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാർക്ക് എല്ലാവർക്കും നിയമാവലികളൊക്കെ അറിയാം. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അതുപോലെ ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായിട്ടും എഴുതണം. തുടർന്നുള്ള ക്വസ്റ്റ്യനിൽ ഒരെണ്ണം നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇനി അടുത്ത് നോക്കിക്കോളൂ. ഗതിവിധി 1. ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കൂ. ഖണ്ഡ് പഠേം ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖേം. ഖണ്ഡിക വായിക്കുക, അതിനുശേഷം തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കൂ. ആജ് ഹം പഹാഡ് ദേഖ്നെ ഗയേ. ആജ് ഇന്ന് ഞങ്ങൾ പഹാഡ് പർവ്വതം കാണുന്നതിനായിട്ട് പോയി. ദൂർ സെ പഹാഡ് നീലെ രംഗ് കെ ലഗെ. പഹാഡോं पर बहुत सारे फूल खिले थे. मुझे वे फूल बैंगनी रंग के लगे, लेकिन भैया ने कहा नीले हैं, इनका नाम नीलकुरिഞ്ഞി है, इसलिए इन पहाड़ों को नीलगिरी कहते हैं. നോക്കൂ. ദൂർ സെ പഹാഡ് നീലെ രംഗ് കെ ലഗെ. ആ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ പർവ്വതം നീല നിറത്തിൽ കാണപ്പെട്ടു. പഹാഡോं पर बहुत सारे फूल खिले थे. ആ കുന്നിൽ ധാരാളം പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. മുझे വേ ഫൂൾ बैंगनी रंग के लगे. എനിക്ക് ആ പൂക്കൾ बैंगनी വയലറ്റ് നിറത്തിൽ ഫീൽ ചെയ്തു, വയലറ്റ് നിറമായിട്ട് തോന്നി. ലേക്കിൻ പക്ഷേ ഭയ്യാനെ കഹ, എന്നാൽ ബ്രദർ പറഞ്ഞു, സഹോദരൻ പറഞ്ഞു, നീലേ ഹൈ, ആ പൂക്കളൊക്കെ നീല നിറമാണ് എന്ന്. ഇൻക നാം നീലക്കുറിഞ്ഞി ഹെ. ആ പൂക്കളുടെ പേരെന്താണ്? നീലക്കുറിഞ്ഞി. ഇസ്ലിയെ, അതുകൊണ്ട് ഇൻ പഹാഡോങ്കോ, ഈ കുന്നുകളെ നീൽഗിരി കത്തെ ഹൈ, നീലഗിരി എന്ന് പറയുന്നു. ഈ നീലക്കുറിഞ്ഞി പൂത്ത് കിടക്കുന്ന പഹാഡിനെ, കുന്നിനെ എന്തെന്ന് പറയുന്നു? നീലഗിരി എന്ന് പറയുന്നു. ഓക്കെ, ഖണ്ഡിക വായിച്ചല്ലോ. ഇനി ചൂടുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കൂ. നോക്കൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലേഖക് ആജ് കഹാം ഗയേ. ലേഖക് ഇന്ന് എവിടെയാണ് പോയത്? പഹാഡ്, ഷഹർ, ഗാവ്, ജംഗൽ. എവിടെയായിരുന്നു? ആൻസർ ഓപ്ഷൻ ആ, പഹാഡ്. പഹാഡ് ദേഖ്നെ ഗയേ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. പഹാഡ് നീലെ രംഗ് കെ ലഗെ, പഹാഡ് ലാൽ രംഗ് കെ ലഗെ, പഹാഡ് പീലെ രംഗ് കെ ലഗെ, പഹാഡ് കാലെ രംഗ് കെ ലഗെ. പഹാഡ് ഏത് നിറത്തിലാണ് കാണപ്പെട്ടത്? കുന്ന് ഏത് നിറത്തിലാണ് കാണപ്പെട്ടത്? പഹാഡ് നീലെ രംഗ് കെ ലഗെ, അല്ലേ? കുന്ന് നീല നിറത്തിലാണ് കാണപ്പെട്ടത്. ഓപ്ഷൻ ആ. ക്ലിയർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പഹാഡോं पर कौन से फूल खिले थे. പഹാഡോं पर കുന്നിൽ कौन से फूल खिले थे, ഏത് പൂക്കളാണ് വിരിഞ്ഞു നിന്നത്? ചമ്പ, നീൽക്കുറിഞ്ഞി, ഗുലാബ്, ചമേലി. ആൻസർ ഓപ്ഷൻ ആ, നീൽക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയാണ് വിരിഞ്ഞത്, അല്ലേ? നീൽക്കുറിഞ്ഞി. അടുത്ത ക്വസ്റ്റ്യൻ, ലേഖക് കോ നീലക്കുറിഞ്ഞി കെ ഫൂൽ കിസ് രംഗ് കെ ലഗെ. ലേഖകന് നീലക്കുറിഞ്ഞി പൂക്കളെ ഏത് നിറത്തിലാണ് ഫീൽ ചെയ്തത്, ഏത് നിറത്തിലാണ് അനുഭവപ്പെട്ടത്? പീലെ, കാലെ, ഹരെ, ബൈങ്കനി. കൂട്ടർക്ക് രംഗ് കളേഴ്സ് അറിയാലോ. പീലെ യെല്ലോ, കാലെ ബ്ലാക്ക്, ഹരെ ഗ്രീൻ, ബൈങ്കനി വയലറ്റ്. ഓക്കെ. അതിൽ ലേഖകന് നീലക്കുറിഞ്ഞി ഏത് കളറായിട്ടാണ് ഫീൽ ചെയ്തത്? ആൻസർ ഓപ്ഷൻ ഇ, ബൈങ്കനി. ബൈങ്കനി ആയിട്ടാണ് തോന്നിയത്. പഹാഡോं को നീൽഗിരി ക്യോं കഹാ ഗയാ ഹേ. കുന്നുകളെ നീലഗിരി എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഗുലാബ് കെ ഫൂലോं के कारण, ചമ്പ के फूलों के कारण, നീൽക്കുറിഞ്ഞി के फूलों के कारण, ചമേലി के फूलों के कारण. പഹാഡിനെ, കുന്നിനെ എന്തുകൊണ്ടാണ് നീലഗിരി കുന്നുകൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഇ, നീലക്കുറിഞ്ഞിക്ക് ഫൂലോം കെ കാരൻ. നീലക്കുറിഞ്ഞി പൂക്കൾ വിരിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ആ കുന്നുകളെ നീലഗിരി എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? നീൽക്കുറിഞ്ഞിക്ക് ഫൂലോം കെ കാരൻ. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. സൂചന, ബാരിഷ് കെ ബാദ് കഹാനി കാ അംശ് പഠേം ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ബാരിഷ് കെ ബാദ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, മഴയ്ക്ക് ശേഷം. ആ കഥ അല്ലെ കുറച്ച് ഒരു ഖണ്ഡിക തന്നിട്ടുണ്ട്, അത് വായിക്കുക. അതിനുശേഷം ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കൂ. ഗുഡ്ലി അഫി कीड़े को जाते हुए देख ही रही थी कि गुड्डू ने आवाज दी, देख गुडली गोकुल गया, कितनी सुंदर मखमली लाल रंग की कीड़ी होती है गोकुल गाय, बारिश के अलावा और किसी मौसम में देखती ही नहीं है. നോക്കിക്കേ, പാഠം ഓർമ്മയുണ്ടല്ലോ കൂട്ടർക്ക്. ഒരു ഇലവഞ്ചിയിൽ ജീവികളെ കയറ്റി വിട്ടതും
വഞ്ചി മറിഞ്ഞതും ഒക്കെ. ഓക്കെ, ഇവിടെ നോക്കൂ. ഗുഡ്ലി അഫി കീടെ കോ ജാത്തെ ഹുയെ ദേഖി രഹി തി. ആ വഞ്ചിയിലുണ്ടായിരുന്ന ജീവിയെ, പ്രാണിയെ നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഗുഡുവിനെ ആവാസ് ദേ, ഗുഡു വിളിച്ചു, ശബ്ദം ഉണ്ടാക്കി. ദേ ഗുഡ്ലി, നോക്കൂ ഗുഡ്ലി, ഗോകുൽ ഗയ്യ, ഗോകുൽ ഗയ്യ, കറുപ്പും ചുവപ്പും നിറത്തിലുള്ളൊരു പ്രാണിയാണല്ലേ ഗോകുൽ ഗയ്യ. കിത്തനി സുന്ദർ, എത്ര സുന്ദരമാണിത്. മക്മലി, മക്മലി മീൻസ് വെൽവറ്റ്, ലാൽ രംഗ്, വെൽവറ്റിൻ്റെ ചുവന്ന നിറമുള്ള വെൽവറ്റ് പോലുള്ള ഒരു പ്രാണി, ഒരു കീടമാണിത് ഗോകുൽ ഗായ്. ബാരിഷ് കെ അലാവ ഓർ കിസി മൗസമേം ഇസ്കെ ദേഖ്തി നഹി. ഇതിനെ മഴക്കാലത്തല്ലാതെ വേറെ ഒരു സീസണിൽ എന്ത് ചെയ്യില്ല, കാണത്തില്ല. ഓക്കെ, ഗോകുൽ ഗായ് കാണപ്പെടുന്ന സീസൺ ഏതാണ്? മഴക്കാലമാണ്. മൗസത്തിൽ ബാരിഷ് കെ മൗസമിൽ മാത്രമാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നോക്കൂ. ലാൽ രംഗ് കി കീടി ഇസ്മേം വിശേഷൻ ശബ്ദ കോൺസാ ഹെ. ലാൽ രംഗ് കി കീടി, ചുവന്ന നിറമുള്ള പ്രാണി. ഇസ്മേം, ഇതിൽ വിശേഷൻ ശബ്ദ കോൺസാ ഹെ, ഇതിലെ വിശേഷണം എന്താണ്? ആ കീടത്തെ എന്തായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലെ വിശേഷണ ശബ്ദം ഏതാണ്? ഏതാണ് ഇതിലെ വിശേഷണ ശബ്ദം? ലാൽ. ലാൽ, ലാൽ മീൻസ് റെഡ്, ചുവന്ന നിറത്തിലുള്ള കീടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാൽ രംഗ് കി കീടി എന്നതിലെ വിശേഷണം എന്താണ്? ലാൽ, റെഡ് എന്നർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഗോകുൽ ഗായ് കൈസി കീടി ഥി. ഗോകുൽ ഗായ് എന്ന് പറയുന്ന ജീവി എങ്ങനെയുള്ള പ്രാണിയാണ്? ഓക്കെ, എങ്ങനെയുള്ള പ്രാണിയാണ്? സ്വന്തമായിട്ട് എഴുതാനുള്ളതാണ്. നമ്മുടെ സെൻറ്റൻസിൽ തന്നെ തന്നിട്ടുണ്ട്. സുന്ദർ, സുന്ദരമാണ്. മഖ്മലി, വെൽവറ്റ് പോലുള്ളത്. ലാൽ രംഗ് കി കീടി, ചുവന്ന നിറത്തോടു കൂടിയ ജീവി. സുന്ദരമായ ചുവന്ന നിറത്തോടു കൂടിയ വെൽവറ്റ് പോലുള്ള ഒരു ജീവിയാണെന്ത്? ഗോകുൽ ഗായ്. ക്ലിയർ? യെസ്. ഇനി അടുത്ത് നോക്കിക്കോളൂ. പത്തേ കി നാവ് ബഹാത്തെ ദിൻ ഗുഡ്ലി ने अपने डायरी में क्या क्या लिखे होंगे? वह डायरी तैयार करें. പത്തേ കി നാവ് ബഹാത്തെ ദിൻ, ഇല കൊണ്ടുണ്ടാക്കിയ വഞ്ചി ഒഴുക്കിയ ദിനം. ഗുഡ്ലി അപ്പനെ ഡയറി മേ, സ്വന്തം ഡയറിയിൽ ക്യാ ക്യാ ലിഖേ ഹോങ്കെ, എന്തൊക്കെ എഴുതിയിട്ടുണ്ടാകാം. വ ഡയറി തയ്യാർ കരേ, ഒരു ഡയറി തയ്യാറാക്കാനാണ്. കൂട്ടരെ, ഡയറി തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മുകളിൽ എന്തെഴുതണം? താരിഖ്. താരിഖ് മീൻസ് ഡേറ്റ്. ഡേറ്റ് എഴുതിയിട്ട് വേണം എന്ത് എഴുതേണ്ടത്? ഡയറി എഴുതേണ്ടത്. ഡയറി ഇന്ന് സംഭവിച്ച കാര്യമാണ് എഴുതുന്നത് അല്ലേ. അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച്, ഇന്ന് രാവിലെ മുതൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയറിയിൽ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് ടെൻസ് അല്ല നമ്മൾ എഴുതേണ്ടത്, പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയറി എഴുതുന്നത്. ക്ലിയർ ആണല്ലോ? ഞാനിവിടെ തരുന്നത് ഒരു മോഡൽ മാത്രമാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ശൈലിയിൽ എഴുതാവുന്നതാണ് കേട്ടോ. പക്ഷേ എപ്പോഴും എഴുതുമ്പോൾ എന്ത് ചെയ്യണം? താരിഖ് വയ്ക്കണം. താരിഖ് മീൻസ് ഡേറ്റ് വയ്ക്കണം. ക്ലിയർ? നോക്കൂ. ആജ് കിത്തന മസാ ഥാ. മസാ മീൻസ് സന്തോഷകരം. ഓക്കെ. हमने बारिश के बाद नाले में पत्ते की नाव बहा दिया. 3 सवारियां मुझे पर बैठी थी. फिर गुड्डू ने एक मेंढक को फिर पकड़कर बिठाया. हम कितनी खुशी से नाव देख रहे थे. अचानक मेंढक फुदक गया. हमारी नाव फिर पलट गई. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. ഞങ്ങൾ മഴയ്ക്ക് ശേഷം ഇല കൊണ്ട് ഒരു വഞ്ചി ഉണ്ടാക്കി എന്ത് ചെയ്തു? നാവ് ബഹാദിയ, അതിനെ ഒഴുക്കി. 3 സവാരിയ മുസ്പർ ബൈഠീതി, 3 യാത്രക്കാർ അതിലുണ്ടായിരുന്നു. ഫിർ അതിനുശേഷം ഗുഡുവിനെ ഏക്ക് മേഡക് കോഫി പക്കഡ്കർ ബിഠായ, ഗുഡു ഒരു ഫ്രോഗിനെ കൂടി പിടിച്ചെന്ത് ചെയ്തു? അതിൽ ഇരുത്തി. ഹം കിത്തനി ഖുഷീസെ നാവ് ദേഖ് രഹേ ഥേ, നിങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് വള്ളത്തെ നോക്കി നിന്നത്. അചാനക് മേഡക് ഫുദക് ഗയ, പെട്ടെന്ന് മേഡക് ഫ്രോഗ് എന്ത് ചെയ്തു? എടുത്തു ചാടി. ഹമാരി നാവ് ഫി പലട്ട് ഗൈ, ഞങ്ങളുടെ വള്ളവും എന്ത് ചെയ്തു? തകർന്നു പോയി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാമല്ലോ. 3ാമത്തെ പ്രവർത്തനം നോക്കിക്കോളൂ. ബയാ ഹമാരി ചിടിയാ റാണി. കവിതാ കാ അംശ് പഠേം ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖേ. ബയാ ഹമാരി ചിടിയാ റാണി എന്ന് പറയുന്നൊരു കവിത പഠിച്ചത് കൂട്ടുകാർ ഓർക്കുന്നുണ്ടല്ലോ. ആ കവിതയാണ് ചുവടെ തന്നിരിക്കുന്നത്. അത് വായിക്കുക. ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കൂ. തുച്ഛ്കോ ദൂർ ന ജാനെ ദേംഗെ, दानों से आंगन फर देंगे और हाउस में फर देंगे हम, मीठा मीठा ठंडा पानी. അല്ലേ? ഇവിടെ നിന്ന് ഞങ്ങൾ നിന്നെ ദൂരത്തേക്കൊന്നും വിടത്തില്ല. നിനക്ക് ആവശ്യമായ ധാന്യങ്ങളൊക്കെ ഈ മുറ്റം നിറയെ നിറയ്ക്കും. പിന്നെയോ വലിയ വലിയ പാത്രങ്ങളിൽ നല്ല മധുരമുള്ള ജലവും നിനക്കായി നിറയ്ക്കും എന്ന് കുട്ടി പറഞ്ഞിരിക്കുകയാണ് അല്ലേ. നോക്കൂ, ആദ്യത്തെ ചോദ്യം എന്താണെന്ന്. ഏ കവിതാംശ് കിസ്കി ഹേ,
കൂട്ടുകാരെ പഠിക്കുന്ന പാഠം ആ എഴുത്തുകാരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, 7ാം ക്ലാസ്സിലായല്ലോ. അപ്പോൾ ഇനി എഴുത്തുകാരെ കുറിച്ച് കൂടി നിങ്ങൾ പഠിക്കണം. അപ്പോൾ ബയാ ഹമാരി ചിടിയാ റാണി എന്ന കവിത എഴുതിയതാരാണ്? കവിതാംശ് കിസ്കി ഹേ, ഈ കവിതാഭാഗം ആരുടേതാണ്? എഴുത്തുകാരി ആരാണ്? ആൻസർ മഹാദേവി വർമ്മ. ആരാണ്? മഹാദേവി വർമ്മ. അടുത്ത് നോക്കൂ, ഇസ് കവിതാംശ് കാ ആശയ ലിഖേം. തന്നിരിക്കുന്ന കവിതയുടെ വരികളുടെ ആശയം എഴുതാനാണ്. അപ്പോൾ ആശയം എഴുതുമ്പോൾ പ്രധാനമായിട്ടും എഴുത്തുകാരിയെക്കുറിച്ച്, ആരാണോ എഴുതിയത് അവരെക്കുറിച്ച് ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് വേണം ആ തന്നിരിക്കുന്ന വരികളുടെ ആശയം എഴുതാനായിട്ട്. അപ്പോൾ ഈ കവിത എഴുതിയിരിക്കുന്ന ആരാണ്? മഹാദേവി വർമ്മയാണ് അല്ലേ. അപ്പോൾ മഹാദേവി വർമ്മ ആരാ? ഹിന്ദിയിലെ ഒരു പ്രശസ്ത കവയിത്രിയാണ് ആണല്ലോ. അത് എഴുതിയതിന് ശേഷം വേണം ഇതിൻ്റെ ആ തന്നിരിക്കുന്ന വരികളുടെ ആശയം എഴുതാൻ. അപ്പോൾ എങ്ങനെ എഴുതാം നോക്കൂ. हिंदी की प्रमुख कवयित्री महादेवी वर्मा की कविता है बया हमारी चिड़िया റാണി. ഹിന്ദിയിലെ പ്രമുഖ എഴുത്തുകാരി മഹാദേവി വർമ്മയുടെ കവിതയാണ് ബയാ ഹമാരി ചിടിയാ റാണി. ഇസ് കവിതാമേം, ഈ കവിതയിൽ ബच्चे कहते हैं कि കുട്ടികൾ പറഞ്ഞിരിക്കുകയാണ് വ ഉസേ ആംഗൻ ഫർ ദാനെ ഓർ ഹൗസ് മേം പാനി ദേങ്കി. പക്ഷിക്ക് എന്താ മുറ്റം നിറയെ ധാന്യവും വലിയ പാത്രം നിറയെ വെള്ളവും നൽകാം. ഓർ ചിടിയാ ദൂർ ന ജായേ, അതുകൊണ്ട് പക്ഷി എന്ത് ചെയ്യരുത്? ഇവിടം വിട്ട് ദൂരത്തേക്ക് പോകരുത്. ഓക്കെ, ആ തന്നിരിക്കുന്ന പാഠത്തിൻ്റെ മുഴുവൻ ആശയമല്ല നമ്മൾ എഴുതേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വരികളുടെ ആശയം മാത്രം എഴുതിയാൽ മതിയാവും. ഓക്കെ, 4ാമത്തെ പ്രവർത്തനം നോക്കൂ. തും ജിയോ ഹമാരെ സാൽ, സാൽ കെ ദിൻ ഹോം 50,000. കഹാനി കാ അംശ പഠേം ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. നിങ്ങൾ പഠിച്ച തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോം 50,000 ആ പാഠം വായിക്കുക. പാഠത്തിലെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്, അത് വായിക്കുക. ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തന്നിരിക്കുന്ന ഭാഗം നോക്കിക്കോളൂ. നിമ്മിനെ ഏകദം ഉൻകാ രാസ്ത റോക്ക ഓർ ബോലി. നിമ്മി ഒരു നിമിഷം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വഴി തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നാനാ കോയി ഓ ഷേർ കി ബാത് ബതാവോന. നാനാ ഗ്രാൻഡ് പാ കോയി ഓ ഷേർ കി ബാത് ബതാവോന. എന്താ ഷേർ മീൻസ് ഈരടി എന്നാണ് അല്ലേ. മറ്റൊരു അല്ലെങ്കിൽ വേറെ ഈരടിയുടെ കാര്യം കൂടി പറഞ്ഞു തരൂ. അച്ഛാ ഗാലിബ് കി ഹി ബാത് ബതാത്തോ മേരാ മത്ലബ് ഗാലിബ് കി. അച്ഛാ ശരിയാ, ഗാലിബിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഗാലിബ് കി, ഗാലിബിൻ്റെ കാര്യമാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ. നാനാ കോയ് ഓ ഷേർ കി ബാത് ബതാവോന. നാന ഏതെങ്കിലും ഒരു ഷേറിൻ്റെ കാര്യം കൂടി പറയൂ. യഹാ നിമ്മി കാ കോൺ സാ മനോഭാവ് പ്രകട ഹോത്താ ഹെ. ഇവിടെ നിമ്മിയുടെ ഏത് ഭാവമാണ് പ്രകടമായിരിക്കുന്നത്? നിമ്മിയുടെ ഏത് മനോഭാവമാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത്? അറിയാനുള്ള ആഗ്രഹമാണ്. ഓരോ കാര്യത്തെക്കുറിച്ചും കൂടുതൽ അറിയാനുള്ള ആഗ്രഹമാണ് അല്ലേ. അപ്പോൾ ഈ പാഠം ചെയ്ത സമയത്ത് ഞാൻ ഇട്ടിരുന്നു അതിൻ്റെ ആൻസറും. ജ്ഞാനാർജൻ കാ മനോഭാവ്, ശരിക്കും എന്താണ്? അറിയാനുള്ള ആഗ്രഹമാണ് ഇവിടെ കാണുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത പ്രവർത്തനം നോക്കിക്കോളൂ. സഹി മിലാൻ കർക്കെ വാക്യ ബനായേ. ശരിയായവ ചേർത്ത് എഴുതുക. നോക്കൂ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന്. മിർസ ഗാലിബ്, ദുനിയാ ഹമേം, ഷേർ മേം, ഹസാരോം സാൽ. അടുത്ത ബോക്സിൽ കോൺ ജീത്ത ഹേ, ദോ ലൈൻസ് ഹോത്തി ഹൈ, ഉർദു കെ ഷായർ ധേ, ഹമേഷ യാദ് രഖേ. സെൻറ്റൻസുകൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക കൂട്ടരെ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് വേഗം നിങ്ങൾക്ക് ഏത് സെൻറ്റൻസ് മേച്ച് തന്നാലും ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. മിർസ ഗാലിബ്, മിർസ ഗാലിബ് ഏതാണ്? ഉർദു കെ ഷായർ ധേ. ഇതേ വർക്ക് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിലും തന്നിട്ടുള്ളതാണ് അല്ലേ. നോക്കൂ, മിർസ ഗാലിബ് ഉർദു കെ ഷായർ ധേ. നോക്കൂ, ദുനിയാ ഹമേം ഹമേഷ യാദ് രഖേ അല്ലേ. നോക്കൂ, ഷേർ മേം ഈരടിയിൽ എന്താ ഉള്ളത്? ദോ ലൈൻസ് ഹോത്തി ഹൈ. ഈ രണ്ട് വരികളാണുള്ളത് ഈരടിയിൽ. ഹസാരോം സാൽ കോൺ ജീത്ത ഹേ. ഹസാരോം സാൽ 1000 വർഷം കോൺ ജീത്ത ഹേ, ആരാ ജീവിച്ചിരിക്കുന്നത് അല്ലേ. 5ാമത്തെ പ്രവർത്തനം നോക്കൂ. ഗാന്ധിജി കി നമക് കഥ കഹാനി കാ അംശ പഠേം ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. ഗാന്ധിജിയുടെ ഉപ്പ് കഥ എന്ന കഥ വായിക്കുക. ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. दंडी पहुंचते ही सफ़ी को समुद्र का आसमान तक फैला विस्तार दिखा. लहरें दिखी, लहरों में चमकता सूरज दिखा. किनारे के गड्ढों में नमक से गाढ़ा हुआ पानी और अपने आप बना नमक दिखा. ഓക്കെ, പാഠഭാഗത്ത് വായിച്ചത് ഓർക്കുന്നുണ്ടല്ലോ കൂട്ടുകാർ. ദണ്ഡയിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ എന്താ
ആകാശത്തോളം വ്യാപിച്ചു കിടക്കുന്ന സമുദ്രത്തെ കണ്ടു. ലഹരയും തിരമാലകളെ കണ്ടു. പിന്നെയോ തിരമാലകളിൽ തിളങ്ങി നിൽക്കുന്ന സൂര്യനെ കണ്ടു. കിനാരെ സമീപത്ത് കുഴികളിൽ കിടക്കുന്ന ഉപ്പ്, സ്വയം രൂപപ്പെട്ട ഉപ്പുകളെ കണ്ടു. അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഭാരത് പർ അംഗ്രേസും കി പകഡ് ഡീലി പട്ടി കൈസേ? ഭാരതത്തിലെ ബ്രിട്ടീഷുകാരുടെ പിടി അയഞ്ഞത് എങ്ങനെയാണ്? ദണ്ഡി കടപ്പുറത്ത് വന്ന ഗാന്ധിജി ഉപ്പ് കുറുക്കി ഉപ്പ് നിയമം ലംഘിച്ചതോടുകൂടിയാണ്. അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? ഗാന്ധിജീനെ अपने साथियों के साथ दंडी समुद्र किनारे आकर समुद्र के पानी से खुद नमक बनाया. इस पर भारत पर अंग्रेजों की पकड़ ढीली पड़ती. ओके, ഒരിക്കൽ കൂടി എന്താ? ഗാന്ധിജീനെ अपने साथियों के साथ സുഹൃത്തുക്കൾ साथियों के साथ दंडी समुद्र किनारे आकर समुद्र के पानी से खुद नमक बनाया. इस पर भारत पर अंग्रेजों की पकड़ ढीली पड़ती. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കിക്കോളൂ. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ ചൽക്കർ ദണ്ഡി പഹുഞ്ചെ. അഹമ്മദാബാദിൽ നിന്ന് പൈദൽ ചൽക്കർ കാൽനടയായി എവിടെ എത്തിച്ചേർന്നു? ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. ഖുദ് നമക് ബനാക്കർ അംഗ്രേസോं का कानून തോടാ. സ്വന്തമായിട്ട് നമക്ക് ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമത്തെ ലംഘിച്ചു. അല്ലേ? ഇസ് ഘടന പർ, ഈ സംഭവത്തിന് സമാചാർ പത്രക്കെ ലിയെ, പത്രത്തിലെ एक റിപ്പോർട്ട് തയ്യാർ കരേ. റിപ്പോർട്ട് മീൻസ് റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. നോക്കൂ റിപ്പോർട്ട്. ആസാദി കി ഓർ കാ രാസ്ത, സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി. അല്ലേ? ദണ്ഡി अंग्रेजों के अत्याचारों और लूट के विरुद्ध आवाज उड़ाते वह महान आदमी. गांधी जी दंडी समुद्र किनारे आए. हजारों लोग उनके साथ थे. अंग्रेजों ने नमक को टैक्स लगाने के विरुद्ध उन्होंने वहां के समुद्र किनारे से मुट्ठी भर नमक उठाया. लोगों ने कहा कि गांधी जी ने देश के आजाद होने का रास्ता खोल दिया है. ഉപ്പിന് വല്ലാത്ത നികുതി ചുമത്തിയിരുന്ന ബ്രിട്ടീഷുകാർ, അതിനെതിരെയാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? ദണ്ഡി കടപ്പുറന്ന് ഉപ്പ് കുറുക്കിയെടുത്തത്, തൻ്റെ മുഷ്ടിയിൽ ഉപ്പ് കുറുക്കി എടുത്തത്. അത് കണ്ട് ജനം എന്തു പറഞ്ഞു? സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറന്നു തന്നിരിക്കുകയാണ് ആര്? മഹാനായ നമ്മുടെ ഗാന്ധിജി. അല്ലേ? ഓക്കെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.